ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ സെക്കൻഡ് സെം ബികോം ഓണേഴ്സിൻ്റെയും BBA ഹിന്ദിയിലെ ഫസ്റ്റ് കവിതയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വഹ് തോഡ്തി പത്ഥർ, സൂര്യകാന്ത് ത്രിപാഠിജി എഴുതിയ കവിതയാണ്. അപ്പോൾ നമുക്ക് കവിയെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആദ്യം കൊടുക്കാം. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1896-ലും. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികളാണ് അൽക്ക, അനാമിക, ആരാധന, അപ്സര, ചമേലി, ചോട്ടി കി പക്കഡ്, ലിലി, പ്രബന്ധ്, പ്രതിമ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് 15 ഒക്ടോബർ 1961-ലാണ്. നിരാല എന്ന ചുരുക്കപ്പേരിലാണ് അദ്ദേഹത്തിനെ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. रूढ़िग्रस्त प्रथाएं परंपराओं के खिलाफ रहे थे और हमेशा स्त्रियों के पक्ष में लिखते थे. പണ്ടുകാലത്തെ അനാചാരങ്ങൾക്കെതിരെയും പാരമ്പര്യങ്ങൾക്കെതിരെയും ഒക്കെയാണ് അദ്ദേഹം അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരുന്നത്. അദ്ദേഹം എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു, അവരുടെ പക്ഷത്തു നിന്ന് എഴുതുന്ന ഒരാളായിരുന്നു. उनका आक्रोश जाति, धर्म, वर्ग के आधार पर उनका विद्रोह उनकी रचनाओं में मुख्य रूप से दिखता है. അദ്ദേഹത്തിൻ്റെ രോഷം ജാതി, ധർമ്മ, വർഗ് എന്ന് വെച്ചാൽ ജാതി മതങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്ന് ആൾക്കാർ നേരിട്ടിരുന്ന ചൂഷണങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ശക്തമായി നിന്നത്. അതാണ് ഉൻകാ വിദ്രോഹം ഉൻകി രചനാവുമേ മുഖ്യ രൂപ സെ ദിക്താ ഹെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയിൽ ഇലാഹാബാദിലെ ഒരു സ്ത്രീ ഒരു തണലില്ലാത്ത വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നിട്ട് കല്ലുകൾ പൊട്ടിക്കുകയാണ്. അവർ ആ ജോലി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിൽ 4 കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട്. പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിറയെ തണലുള്ള വൃക്ഷങ്ങളുണ്ട്. ആ തണലൊന്നും ഈ സ്ത്രീക്ക് കിട്ടുന്നില്ല. കവി ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത് ശോഷിതമായിട്ടുള്ള വർഗം പിന്നെയും ശോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. സൊസൈറ്റിയൊന്നും ഈ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള വർഗത്തിൻ്റെ ദുഃഖമോ അവരുടെ സംഘർഷമോ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. വഹ് തോഡ്തി പത്ഥർ എന്ന് വെച്ചാൽ, പത്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകളാണ്. കല്ലുകൾ പൊട്ടിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഇതിൽ നിരാലാജി പറഞ്ഞിരിക്കുന്നത്. വഹ് തോഡ്തി പത്ഥർ ദേഖാ ഉസേ മേനെ ഇലാഹാബാദ് കെ പത്ത് പർ. വഹ് തോഡ്തി പത്ഥർ, അവൾ കല്ലുകൾ പൊട്ടിക്കുന്നു. അവളെ ഞാൻ കണ്ടത് ഇലാഹാബാദിൻ്റെ ഏതോ ഒരു വഴിയിലാണ്. പത്ത് പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വഴി, റോഡ് എന്നാണ് അർത്ഥം. കോയി നാ ഛായാദാർ പേഡ് വഹ് ജിസ്കെ തലെ ബൈഠി ഹുയി സ്വീകാർ. അതായത് ഒരു തണലുള്ള വൃക്ഷത്തിൻ്റെ ചോട്ടിലൊന്നും അല്ല അവൾ ഇരിക്കുന്നത്. പേഡ് വഹ് ജിസ്കെ തലെ ബൈഠി ഹുയി സ്വീകാർ, അതായത് എവിടെയാണോ ഇരിക്കുന്നത് അത് അവൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ്. അവൾ ആ ഒരു സാഹചര്യം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിലെ അർത്ഥം വരുന്നത്. ശ്യാം തൻ ഭരാ ബന്ധ യൗവൻ നത്ത് നയൻ പ്രിയ കർമ്മ രത് മൻ. അതായത് ശ്യാം തൻ എന്ന് വെച്ചാൽ ഇരുണ്ട ശരീരഘടനയാണ് ഉദ്ദേശിക്കുന്നത്, നിറമാണ് ഉദ്ദേശിക്കുന്നത്. ശ്യാം തൻ എന്ന് വെച്ചാൽ ഭരാ ബന്ധ യൗവൻ എന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള ലേഡിയാണ്. നത്ത് നയൻ, ഇതിൽ നത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കിയിരിക്കുന്ന കണ്ണുകളാണ് അവരുടെ. പ്രിയ കർമ്മ രത് മൻ, അതായത് എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, എന്ത് പ്രവൃത്തിയാണോ അവർ ചെയ്യുന്നത്, ആ ലേഡി ചെയ്യുന്നത്, അതിൽ അവർ മുഴുകിയിരിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതായത് അവർ അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിനോട് അഡ്ജസ്റ്റ് ആയിരിക്കുന്നു എന്നാണ് ആ വാക്യങ്ങളിൽ നിരാലാജി ഉദ്ദേശിക്കുന്നത്. ഗുരു ഹത്തോട ഹാത്ത് കർത്തി ബാർ ബാർ പ്രഹാർ. ഗുരു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാരമുള്ള ചുറ്റികയാണ് അവളുടെ കയ്യിലുള്ള. കർത്തി ബാർ ബാർ പ്രഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കല്ലുകൾ തല്ലി പൊട്ടിക്കുന്നുണ്ട് അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. സാമിനെ തരു മാലിക അട്ടാലിക പ്രകാർ എന്ന് വെച്ചാൽ അവരിയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തരുമാലിക്കയുണ്ട്. തരുമാലിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ മരങ്ങളുള്ള ഒരു വീടാണ് ഉള്ളത്. അത് ആ വീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പിൽ ഇരുന്നിട്ടാണ് അവർ കല്ല് പൊട്ടിക്കുന്നത്. ഈ സ്ത്രീ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലോ ഷെൽട്ടറും ഇല്ല, മരവും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ആ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിലാണെങ്കിലോ നിറയെ മരങ്ങളുണ്ട്, ഛായയുണ്ട്, അതായത് തണലുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വരിയിൽ. ചഡ് രഹി തീ ധൂപ്പ് ഗർമിയോ കെ ദിൻ. ചഡ് രഹി തീ ധൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് മേലേക്ക് പൊന്തി വരുന്ന ഒരു ടൈമാണ്, അതായത് ഉച്ച ആവാറായിരിക്കുന്നു. ഗർമിയോ കെ ദിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ഡേയ്സ് ആണ്, വേനൽക്കാലമാണ്. ദിവാ കാ തം തമാത്ത റൂപ്പ്. ദിവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയാണ്, ചുട്ടുപൊള്ളുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. അതാണ് അടുത്ത വരിയിൽ. ഉഠി ജുൽസാത്തി ഹുയി ലൂ. അതായത് ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവായ്, അതായത് കാറ്റുകളാണ്. പക്ഷേ
വേനൽക്കാലത്തെ കാറ്റുകളായതുകൊണ്ട് തന്നെ വളരെയധികം ചൂടായിട്ടുള്ള കാറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റുകൾ വീശുന്ന ഒരു ടൈം ഡ്രൈ ആയിട്ടുള്ള ഭയങ്കര ചൂടായിട്ടുള്ള വിൻഡാണ് വീശുന്നത്. റുയി ജ്യോ ജൽത്തി ഹുയി ഭൂ. റുയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ പരുത്തീനെയാണ് റുയി എന്ന് പറയുന്നത്. ഇവിടെ ഭൂമി ഈ ചൂട് കാറ്റ് കാരണം കൊണ്ട് തിളച്ച് മറിയുന്ന ആ ഒരു ചൂടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗർദ് ചിനകി ഛാഗയി. പൊടിപടലങ്ങൾ കാറ്റ് വീശുന്ന ടൈമിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പൊടിപടലങ്ങൾ പറക്കുന്നുണ്ട്. അപ്പോൾ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ ചെറിയ ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, അതായത് പൊടിപടലങ്ങൾ ഉണ്ടാവില്ലേ, അത് ആ ടൈമിൽ ചൂട് കൂടിയത് കാരണം കൊണ്ട് തീ കനൽ എങ്ങനെയാണോ അതുപോലെയാണ് തോന്നുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഫുള്ളായിട്ട് തീ കണങ്ങൾ ഒഴുകുന്നത് പോലെയാണ് കവി ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗർദ് ചിനകി ഛാഗയി എന്ന് വെച്ചാൽ ചിങ്കാരിയാണ് ഉദ്ദേശിക്കുന്നത്. ചിങ്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കണങ്ങളാണ് അർത്ഥാക്കുന്നത്. പ്രായ ഹുയി ദുപ്പഹർ വഹ തോടുത്തി പത്ഥർ. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സമയം പോയി കഴിഞ്ഞിരിക്കുന്നു, ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും അവൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഹ തോടുത്തി പത്ഥർ. കല്ലുകൾ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ഉച്ച കഴിഞ്ഞ ആ ടൈമിൽ പോലും, ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിൽ പോലും അവളുടെ ആ പ്രവൃത്തി നിൽക്കുന്നില്ല എന്നാണ് കവിതയിൽ ഉദ്ദേശിക്കുന്നത്. ദേഖ്തേ ദേഖ മുझे तो एक बार उस भवन की ओर देखा चिन्ह तार. എന്ന് വെച്ചാൽ എന്നെ പെട്ടെന്ന്, അതായത് ഈ കവി അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ആ സ്ത്രീ കണ്ടു, അയാളെ നോക്കി, അതേപോലെ തന്നെ ആ ഭവനത്തിനെ നോക്കി. അപ്പം നമ്മൾ ആദ്യം ഈ സ്ത്രീ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭവനമുണ്ട്, ഒരു വീടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഭവനത്തിലേക്ക് നോക്കി എന്നാണ് പറയുന്നത്. ഭവൻ കി ഓർ ദേഖ ചിന്ന താർ. ചിന്ന താർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷകളെല്ലാം തകർന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നിസ്സഹായമായിട്ടുള്ള രീതിയിലാണ് നോക്കിയിരിക്കുന്നത് ആ ഭവനത്തിനെ എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ദേഖ് കർ കോയി നഹി ദേഖാ മുझे ഉസ് ദൃഷ്ടി സെ ജോ മാർ ഖാ റോയി നഹി. അതായത് ദേഖ് കർ കോയി നഹി പറഞ്ഞാൽ അവിടെ ആരുമില്ല, ആ ഭവനത്തിൽ ആ സമയത്ത് ആരുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേഖാ മുझे ഉസ് ദൃഷ്ടി സെ ജോ മാർ ഖാ റോയി നഹി. അതായത് എന്നെ അവർ നോക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ദൃഷ്ടിയാണ്. അത് ആ ദൃഷ്ടിയെക്കുറിച്ചിട്ട് കവി ഇനിയുള്ള വരികളിലാണ് പറയുന്നത്. ജോ മാർ ഖാ റോയി നഹി എന്ന് വെച്ചാൽ ഒരുപാട് തല്ല് കൊണ്ടിട്ട് പോലും കരച്ചിലടക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, ആ ദൃഷ്ടിയിലാണ് കവിയെ നോക്കിയിരിക്കുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അതാണ് ജോ മാർ ഖാ റോയി നഹി പറഞ്ഞാൽ, മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ല് കൊണ്ടിട്ട് പോലും കരച്ചിലടക്കി നിൽക്കുന്ന ഒരവസ്ഥ, കരയാൻ അനുവദിക്കാത്ത അവസ്ഥ എങ്ങനെയാണോ ആ രീതിയിലാണ് കവിയെ നോക്കിയിരിക്കുന്നത്. സജാ സഹജ് സിതാർ. അതായത് സിത്താർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സിത്താറിനെ പോലെ അവരിയ്ക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് അവർ ഇരുന്നിരിക്കുന്നത് അതിൻ്റെ മുമ്പിൽ. സുനി മേനെ വഹ് നഹി ജോ ഥി സുനി ഝൻകാർ. അതായത് ഇവിടെ ആ സിത്താറിലെ കാര്യം കവി പറയുന്ന സമയത്ത് തന്നെ ആ സിത്താർ എങ്ങനത്തെ സിത്താറാണ്, ഇവർക്ക് നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ ഈ ജോലി ചെയ്യുന്നത് എന്ന് കവി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ വരികളിൽ ശ്രമിക്കുന്നത്. അതാണ് അതിലെ ചിന്ന താർ എന്ന ആ വാക്കൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ എല്ലാം തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്, തകർന്ന ചരടുകളുള്ള ഒരു സംഗീത ഉപകരണം പോലെയും ആണ് ആ സ്ത്രീ ആ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുനി മേനെ വഹ് നഹി ജോ ഥി സുനി ഝൻകാർ. അതായത് ആരും അതുവരെ കേൾക്കാത്ത ആ ഝൻകാർ എന്ന് വെച്ചാൽ മണിനാദം എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ ട്യൂണാണ് ഉദ്ദേശിക്കുന്നത്. ആരും അതുവരെ അവരുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ വിഷമങ്ങളാണ് കവി കേട്ടതായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, അവരുടെ വേദനകളാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് കവി ഇതിൽ പറയുന്നത്. ഏക് ക്ഷൺ കെ ബാദ് വഹ് കാപ്പി സുഘർ എന്ന് വെച്ചാൽ വിറച്ചു എന്നാണ് പറയുന്നത്. ഒരു ക്ഷണത്തിന് ശേഷം, ഒരു നിമിഷത്തിന് ശേഷം അവർ കവിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമുള്ള പാരഗ്രാഫിൽ അവർ ആ ക്ഷണത്തിന് ശേഷം ഒന്ന് വിറച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എവിടെയാണ്, പ്രസൻറ്റിലേക്ക് തിരിച്ചു വന്നു. അവർ അതിൻ്റെ മുൻപേ ഏതോ വിചാരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ മനസ്സിനെ തിരിച്ചെടുത്ത് അവരൊന്ന് പ്രസൻറ്റിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഏക് ക്ഷൺ കെ ബാദ് വഹ് കാപ്പി സുഘർ ഡുലക് മാഥേ സേ ഗിരേ സിക്കർ. ഒരു നിമിഷത്തിന് ശേഷം അവർ വിറച്ച് പ്രസൻറ്റിലേക്ക് തിരിച്ചെത്തി. ഡുലക് മാഥേ സേ ഗിരേ സിക്കർ എന്ന് വെച്ചാൽ, അതായത് മാഥ എന്ന് വെച്ചാൽ നെറ്റിയിൽ നിന്ന് താഴേക്ക്, സിക്കർ എന്ന് വെച്ചാൽ പസീനയാണ്, സ്വെറ്റാണ്, വിയർപ്പാണ് താഴേക്ക് ഒഴുകി വീഴുന്നത് എന്നാണ് കവി ആ വാക്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ലീൻ ഹോത്തെ കർമ്മ മേ ഫിർ ജോ കഹ മേ തോടുത്തി പത്ഥർ. അതായത് അവർ പിന്നെയും ലീനമായി അവരുടെ ആ ഒരു
കർമ്മത്തിൽ തന്നെ മുഴുകി, ആ കർമ്മത്തിൽ തന്നെ മുഴുകിയിട്ട് അവർ പറയുന്നത് പോലെ കവിക്ക് തോന്നുകയാണ്, മേ തോടുത്തി പത്ഥർ, ഞാൻ കല്ലുകൾ പൊട്ടിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയിൽ. ഈ കവിതയുടെ ഷോർട്ട് നോട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ ഇടാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്